നമസ്കാരം. ധുരന്തർ സിനിമ ഭാരതമൊട്ടാകെ വൻ വിജയം നേടി പ്രദർശനം തുടരുകയാണ്. അപ്പോൾ സിനിമാ സംബന്ധിയായിട്ടുള്ളൊരു വാർത്തയല്ല, സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്. കേരളത്തിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിമർശനങ്ങളോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതകളോ അധികം പ്രകടിപ്പിക്കപ്പെട്ട് കണ്ടിട്ടില്ല. പുരോഗമന കലാ സാഹിത്യകാരന്മാരുടെ ഇടയിലായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ജിഹാദി പൊട്ടിത്തെറിക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ഉള്ളിലിരുന്ന നീലക്കുറുക്കന്മാർ പുറത്ത് ചാടിയ അവസ്ഥകൾ പലർക്കും ഉണ്ടായി. ആയാം ശവം പോലുള്ളത്, പിന്നെ മാപ്പ് പറഞ്ഞു. ഇതെല്ലാം ഇത്തരത്തിലുള്ള നുറുങ്ങ് സംഭവങ്ങൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഉണ്ടായതല്ലാതെ കേരളത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിമർശനം വലിയ കാര്യമായിട്ടുണ്ടായി കണ്ടില്ല. പക്ഷെ തമിഴ്നാട്ടിൽ അത്തരത്തിലല്ല സ്ഥിതി. കേരളത്തിലെ ഒരു വിമർശനത്തിനുള്ളൊരു മന്ദഗതിയോ അല്ലെങ്കിൽ വിമർശനത്തിനുള്ള ഒരു കുറവോ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തിയത് കൊണ്ടാകാം. തമിഴ്നാട്ടിൽ കേരളത്തിനേക്കാൾ വൈകിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഏപ്രിൽ 23-ാം തീയതിയാണ്. ഏപ്രിൽ 9 കേരളത്തിൽ, 23 തമിഴ്നാട് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. പക്ഷേ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം കുറച്ചുകൂടി ഒരു അഗ്രസീവ് രാഷ്ട്രീയമായതുകൊണ്ട്, അല്ലെങ്കിൽ പൊതുജനങ്ങളോട് പൊതുവേദികൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്ന പൊതുവേദികളിലെ വളരെ വികാരപരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള സംസാരങ്ങളും പ്രസംഗങ്ങളുമൊക്കെ അരങ്ങ് വാഴുന്ന ഒരു രാഷ്ട്രീയ വേദിയാണ് തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം കാലാകാലങ്ങളായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കെതിരെയുള്ള, ഈ ചലച്ചിത്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ തമിഴ്നാട്ടിൽ കുറച്ച് കൂടുതലായി വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായൊരു വിമർശനമായി വന്നത്, പേര് പറയാതെ, ധുരന്തർ സിനിമയുടെ പേര് പറയാതെ തമിഴ് സംവിധായകൻ വെട്രിമാരൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. വെറുപ്പ് വിൽക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അസുരൻ, വടചെന്നൈ തുടങ്ങിയ സിനിമകളിൽ വെറുപ്പ് വിൽക്കാതെ നമ്മുടെ ഗൗതം വാസുദേവ മേനോൻ ചെയ്തതുപോലെ മാതാപിതാക്കളുടെ പ്രണയകഥയാണല്ലോ പറഞ്ഞിരുന്നത്. വടചെന്നൈ പോലുള്ള ചിത്രങ്ങളിൽ വടചെന്നൈയിലുള്ള ആ എന്താ പറയുക, എല്ലാം മുറ്റിയ മനസ്സ് പോലും പൂർണ്ണമായി കുറ്റവാളികളുടെ മനസ്സായി കഴിഞ്ഞ, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന മനസ്സായ വടചെന്നൈയിലെ ക്രിമിനലുകളെ മഹത്വവൽക്കരിക്കുന്ന തരത്തിലുള്ളൊരു ചിത്രമായിരുന്നു വടചെന്നൈ. വടചെന്നൈ എന്നുള്ളത് ചെന്നൈയിലൊരു പ്രദേശമാണ്. നോർത്ത് ചെന്നൈ ആണ് ഈ വടചെന്നൈ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു ചിത്രമായിരുന്നു വടചെന്നൈ. അസുരൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ജാതി വ്യവസ്ഥയെ കൂടുതൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ജാതി പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുവാൻ വേണ്ടിയിട്ടുള്ള, അതേ തുടർന്നുണ്ടാകുന്ന അക്രമ സംഭവങ്ങളെ മഹത്വവൽക്കരിക്കുന്ന, ഗ്ലാമറൈസ് ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു. എന്നിട്ട് അവസാനം ഒരു സന്ദേശവും വെച്ച് അത് കണ്ടപ്പോൾ എനിക്ക് പഠിക്കണം, പഠിത്തമാണ് ഏറ്റവും വലുത്, വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത്, ഈ അക്രമമൊന്നുമല്ല എന്നുള്ളൊരു സന്ദേശം അവസാനം ധനുഷിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഈ നീലച്ചിത്രങ്ങൾക്ക് എതിരെ എന്നുള്ളൊരു ചലച്ചിത്രം കുറേ കാലം മുമ്പ് ഇറങ്ങിയിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ പടങ്ങൾ ഇറങ്ങിയിരുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ ഈ നീലച്ചിത്രങ്ങൾക്കെതിരെ എന്നുള്ള ചലച്ചിത്രം കണ്ടിട്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാം ഒരേ സ്വരത്തിൽ ചോദിച്ചത്, ഈ അവസാനത്തെ എതിരെ എന്തിനാണെന്ന് മനസ്സിലായില്ല എന്നാണ്. അത്തരത്തിലാണ് ഈ വെട്രിമാരൻ്റെ അവസാനത്തെ സന്ദേശം. പറയുവാനുള്ളതെല്ലാം പറഞ്ഞ്, അതായത് കാണിക്കുവാനുള്ള ഒരു കുത്തിത്തിരിപ്പുകളെല്ലാം ചിത്രത്തിൽ കാണിച്ചിട്ട് അവസാനം കൊണ്ടുവന്ന് ഒരു സന്ദേശം അങ്ങ് വയ്ക്കും അതിൻ്റെ അകത്ത്. അതായത് ഞാൻ മാന്യനാണ്. പിന്നെ വെട്രിമാരൻ്റെ മറ്റൊരു പതിവും കൂടിയുണ്ട്. ഇതുപോലുള്ള സന്ദേശങ്ങളെല്ലാം ചിത്രങ്ങളിലൂടെ പ്രദർശിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു കുഴപ്പമോ വിമർശനമോ ഉണ്ടായാൽ ഉടനെ പറയും, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. വടചെന്നൈയിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ ഒരു രംഗത്തെ സംബന്ധിച്ച് വിമർശനം ഉയർത്തിയിരുന്നു. ആൻഡ്രിയയും അമീറുമായിട്ടുള്ളൊരു കടലിൽ വെച്ചുള്ളൊരു രംഗത്തെ സംബന്ധിച്ച് തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം എന്ന് പറഞ്ഞ് വെട്രിമാരനങ്ങ് ഒഴിഞ്ഞു പോകും. ഇത്തരത്തിലുള്ള ഈ വെട്രിമാരൻ ഒരു വ്യക്തിയല്ല. ഈ ധുരന്തറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ വിമർശനം ഉണ്ടാകുവാൻ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിമർശനം ഉണ്ടാകുവാനുള്ള ഒരു പ്രധാന കാരണം ധുരന്തറിൽ നരേന്ദ്രമോദിയുടെ ക്യാമിയോ ഉണ്ട് എന്നുള്ളതാണ്. നോട്ട് നിരോധനം അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് ഈ പ്രചരിക്കുന്നൊരു നുണയുണ്ടല്ലോ, അതിൻ്റെ ഒരു കഥയുടെ ഒരു രീതി എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കയ്യിലുള്ള 500-ൻ്റെയും 1000-ൻ്റെയും 4 നോട്ടുകൾ മാറുവാനായി ബാങ്കിലേക്ക് പോയ ഇബ്രാഹിം കുട്ടി ഹാജി ആ നോട്ടുകൾ മാറി തിരികെ വരുന്നതിനിടയിൽ അപ്പുറത്തെ വീട്ടിലെ പനയുടെ മുകളിൽ കയറി കള്ളു കുടിക്കുന്നതിനിടയിൽ വഴുതി വീണ് മരിച്ചു. നോട്ട് നിരോധനം ഉണ്ടാക്കിയൊരു പ്രതിസന്ധിയാണ്. നോട്ട് നിരോധനത്തിന് ക്യൂ നിന്ന് എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഇതാണ് വെട്രിമാരൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു രത്ന ചുരുക്കം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ഘടകം. അപ്പോൾ അദ്ദേഹം പറയാത്ത മറ്റൊരു കാര്യം, ഈ നോട്ട് നിരോധനത്തിന് ക്യൂ നിന്ന് ഇനിയിപ്പോൾ കുറേ പേർ മരിച്ചു എന്നുള്ളത് സത്യമാണെന്നിരിക്കട്ടെ, നിന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്തകളെല്ലാം സത്യമാണെന്ന് നമുക്കങ്ങ് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷേ അതിൽ എത്രയോ അധികം പേർ തമിഴ്നാട്ടിൽ തന്നെ
വ്യാജമദ്യ ദുരന്തങ്ങളിൽ മരിച്ചിട്ടുണ്ട്. കള്ളക്കുറിച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് 20ഓളം പേർ മരിച്ചിട്ട്, 20ന് മുകളിൽ ആളുകൾ, കൃത്യമായിട്ടുള്ള ഒരു എത്ര പേർ മരിച്ചു എന്നുള്ളത് എനിക്ക് കൃത്യമായി ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. പക്ഷേ ഒരു 20ഓ 21ഓ പേർ വ്യാജമദ്യം കഴിച്ച് മരിച്ചു. അതിനു മുമ്പും വ്യാജമദ്യ ദുരന്തങ്ങൾ നിരവധി തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചൊന്നും വെട്രിമാരൻ വാ തുറക്കില്ല. വെട്രിമാരനെ പോലുള്ളവരോ വാ തുറക്കില്ല. വെട്രിമാരൻ ഒരു ഒറ്റപ്പെട്ട വ്യക്തിത്വമല്ല കേട്ടോ. കലാരംഗത്ത് വെട്രിമാരനുണ്ട്, മാരി സെൽവരാജുണ്ട്. അദ്ദേഹത്തെ തമിഴന്മാർ കളിയാക്കി വിളിക്കുന്നത് ജാതി സെൽവരാജ് എന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചക്കപ്പഴം വെട്ടിയിട്ട് കഴിച്ചാൽ പോലും അതിൽ എനിക്ക് തന്ന ചുളയുടെ വലിപ്പം കുറഞ്ഞു പോയി, അത് എൻ്റെ ജാതി കാരണമാണ് എന്ന് പറയാതെ ആ ചക്കപ്പഴം പോലും കഴിക്കാത്തൊരു വ്യക്തിയാണ് മാരി സെൽവരാജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജാതി സെൽവരാജ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ വിഷം മുറ്റിയ എന്നാൽ ശുദ്ധമണ്ടനായിട്ടുള്ള പാരഞ്ജിത്തിനെ പോലുള്ളവർക്ക് ഈ വെട്രിമാരനുള്ളതുപോലെ തന്നെ വേറൊരു സ്വഭാവമുണ്ട്. ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ച് പറയാം. രാജരാജ ചോളൻ ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. കോടതിയിൽ കേസായി. കാരണം തമിഴൻ്റെ പൈതൃകത്തെ തൊട്ടാൽ തമിഴൻ ഇളകും. അതിന് കോടതിയിൽ കേസായി. പോയി അവിടെ പൊന്നുടേതെ മാപ്പാക്കണമെന്ന് പറഞ്ഞ് കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് തടിയൂരി. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പുസ്തകത്തിൽ ചവിട്ടും, എനിക്കതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയും. എന്നാൽ ഖുറാൻ പോലുള്ളൊരു പുസ്തകം എടുത്ത് കൊടുത്തിട്ട് ഒന്ന് ചവിട്ടി കാണിക്കൂ എന്ന് പറയുന്ന, കയ്യും കാലും ഒന്നും ഇല്ലാതെ കാണുവാൻ വൃത്തികേടായിരിക്കും സഹോദര എന്നെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നൊരു സ്വഭാവമാണ് ഈ പാരഞ്ജിത്തിന്. അപ്പോൾ ഇവരെല്ലാം ഒരു സംഘടിതമായിട്ടുള്ളൊരു വിഭാഗമാണ്. ഇവരുടെ തന്നെ ഒരു ഭാഗമാണ് അമീർ എന്നുള്ള സംവിധായകൻ. ഇവരെല്ലാം ഒരേ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന, ഒരേ മനോഭാവം വെച്ച് പുലർത്തുന്ന, ഭാരതമെന്നുള്ളത് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒത്തുചേരൽ മാത്രമാണ്, ഒരു രാഷ്ട്രമല്ല എന്നുള്ള ചിന്ത വെച്ച് പുലർത്തുന്നത്. ഇത് വെട്രിമാരൻ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആടിനോട് പോലും ലൈംഗിക ബന്ധം പുലർത്തുന്നതിൽ തെറ്റില്ല എന്നുള്ള ആശയം വെച്ച് പുലർത്തുന്ന അത് അമീറിൻ്റെ മനോഭാവമാണ്. അത് അദ്ദേഹത്തിൻ്റെ വളർത്തുഗുണം, അദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങൾ, അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ. എന്താണ് പഠിച്ചതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകളുടെ കല്യാണത്തിന് ആണുങ്ങൾക്ക് പോകാൻ ഒരു വഴി, പെണ്ണുങ്ങൾക്ക് പോകാൻ മറച്ചു കെട്ടിയ കറുത്ത തുണി കെട്ടിയ മറ്റൊരു വഴി, ഇതൊക്കെ സൃഷ്ടിച്ച മഹാനാണ് ഇദ്ദേഹം. പക്ഷേ പുരോഗമനവാദിയാണ്. ഇവരെല്ലാം പുരോഗമനവാദികളാണ്. പക്ഷേ ഏതാണ്ട് ഇവരുടെ ഒരു ആശയ അല്ലെങ്കിൽ മനോഭാവം എന്താണ്, ഇവരുടെയൊക്കെ ഒരു വീക്ഷണകോൺ എന്താണ് എന്ന് നിങ്ങളുടെ മുമ്പിലൊന്ന് തുറന്ന് കാട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊന്ന് നീട്ടിപ്പരത്തി പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ ഒരു മനോഭാവവും ആശയങ്ങളും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ നോട്ട് നിരോധനത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ധുരന്ധർ പോലുള്ള ഒരു സിനിമ. ധുരന്ധർ ഭാരതം മുഴുവൻ നേടുന്ന വൻ വിജയം കണ്ട് അസ്വസ്ഥരായി ഇനി ഇത് BJPക്ക് വേണ്ടിയിട്ടുള്ളൊരു പരസ്യമാകുമോ എന്നുള്ളൊരു ഭയത്തിൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യവിരുദ്ധ മനോഭാവം വെച്ച് പുലർത്തുന്ന എല്ലാവരുടെയും ശത്രു ആത്യന്തികമായി BJP മാത്രമാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ BJPക്ക് ഒരു പരസ്യമാകുമോ? അതുകൊണ്ട് തന്നെ ഇത് സത്യമല്ല, ഇത് വിശ്വസിക്കരുത്, പ്രൊപ്പഗണ്ട എന്നൊരു വശത്ത് പറയുകയും, നോട്ട് നിരോധനത്തിന് ഇബ്രാഹിം കുട്ടി ഹാജി തെങ്ങിൽ നിന്ന് കള്ള് ചെത്തുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ കള്ളെടുത്ത് കുടിക്കുന്നതിൻ്റെ ഇടയിൽ വീണ് മരിച്ചില്ലേ, അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, തുടങ്ങിയ സംഭവങ്ങളുമായി വീണ്ടും വന്ന് ഈ 15 ലക്ഷം രൂപ ബാങ്കിൽ വരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെ ഉള്ളൊരു വിഭാഗം തമിഴ്നാട്ടിലുമുണ്ട്. ദൗർഭാഗ്യവശാൽ ഞാൻ പറഞ്ഞല്ലോ, പൈതൃകത്തെ തൊട്ടാൽ എങ്ങനെ തമിഴൻ്റെ ഉള്ളു നോവും, അതുപോലെ തന്നെ അതിനേക്കാൾ അധികം ഒരു സംഖ്യയിലല്ല, അതിനേക്കാൾ അധികം ഒരു മൂഢമനോഭാവത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം തമിഴ്നാട്ടിൽ ഇപ്പോഴുമുണ്ട്. അവർക്കൊക്കെ ഇപ്പോഴും ഇതൊക്കെ ശരിയാണല്ലോ, നോട്ട് നിരോധനത്തിൻ്റെ അവിടെ നമ്മുടെ ഇബ്രാഹിം ചേട്ടൻ അല്ലെങ്കിൽ ഇബ്രാഹിമൊക്കെ പനയിൽ നിന്ന് വീണ് മരിച്ചായിരുന്നു, അത് നവംബർ 9-ാം തീയതിയായിരുന്നു, അത് പുള്ളി നോട്ടെന്തോ മാറാൻ പോയതായിരുന്നു. ഇത്തരത്തിലുള്ള കഥകൾ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ട്. അല്ലെങ്കിൽ എണ്ണം കുറഞ്ഞു വരികയാണ്. കേരളത്തിനേക്കാൾ വളരെ വേഗത്തിൽ തന്നെ അവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പക്ഷേ എന്നിരുന്നാലും അവരെ ഇപ്പോഴും സ്വാധീനിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ അവരുടെ സംഖ്യ ഇപ്പോഴും പഴയതുപോലെ തന്നെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള മിഥ്യാധാരണയിലാണ്. പിന്നെ DMK സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയും ഇവർക്കെല്ലാവർക്കുമുണ്ട്. BJPക്കെതിരെ ഇത്തരത്തിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ പ്രസംഗങ്ങളോ പ്രസ്താവനകളോ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സകല പിന്തുണകളും DMK സർക്കാർ ഇവർക്കെല്ലാം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലഭിരമിച്ചുകൊണ്ട് ഒരു വിഘടനവാദപരമായിട്ടുള്ള ചിന്തയുടെ ഒരു മുന്നോട്ട് വയ്ക്കലുകളാണ് വെട്രിമാരനാകട്ടെ, മാരി സെൽവരാജാകട്ടെ, പാരഞ്ജിത്താകട്ടെ, അമീറാകട്ടെ. അമീറിൻ്റെ ഉദ്ദേശം വേറെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം ഒരു ഇസ്ലാമികവൽക്കരണം തന്നെയാണ്. കാരണം ഒരു എന്താ പറയുക, അനുവദിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള
കഞ്ചാവ് കള്ളക്കടത്ത്, ഇതിലെല്ലാം അമീറിൻ്റെ പേരുകൾ പലപ്പോഴും കള്ളപ്പണം വെളുപ്പിക്കൽ, അത് സംബന്ധിച്ചുള്ള കേസുകൾ, വഴക്കുകൾ, ഈ വിശ്വരൂപം പോലുള്ള സിനിമയ്ക്കെതിരെയുള്ള പ്രചാരണങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ആശയപരമായിട്ടുള്ള ദീനിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്ന ഒരു വ്യക്തിയാണ് അമീർ. അമീറിനെ സംബന്ധിച്ച് ഈ മാരി സെൽവരാജും വെട്രിമാരനും പാരഞ്ജിത്തും എല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്ന് അദ്ദേഹം പുറമേ പറയുമെങ്കിലും പലപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ അമീറിന് ഇവരെല്ലാം വെറും യൂസ്ഫുൾ ഇഡിയറ്റ്സ് മാത്രമാണ്, പ്രയോജനപ്രദമായ വിഡ്ഢികൾ അല്ലെങ്കിൽ പ്രയോജനമുള്ള വിഡ്ഢികൾ മാത്രമാണ് ഈ വെട്രിമാരനും മാരി സെൽവരാജും പാരഞ്ജിത്തും മറ്റാരായാലും. ഇവരെല്ലാം അമീറിനെ സംബന്ധിച്ച് പ്രയോജനമുള്ള യൂസ്ഫുൾ ഇഡിയറ്റ്സ് മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ഇഡിയറ്റ്സ് ഈ അമീറിനെ പോലുള്ള ഇസ്ലാമികവാദികൾക്ക് വേണ്ടിയിട്ട് BJP എതിർക്കുമ്പോൾ സത്യത്തിൽ BJP വളരുക തന്നെയാണ്. ആ വളർച്ച നാളെ സ്റ്റാലിനെ താഴെ ഇറക്കി ഭരണം പിടിക്കുമോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും വെസ്റ്റ് ബംഗാളിലാണെങ്കിലും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധർക്കെതിരെയുള്ള ജനങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ അനുദിനം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം വേഗത്തിൽ ശക്തി പ്രാപിപ്പിക്കുന്നു, അതിൻ്റെ ഒരു പൂർണ്ണ ശക്തിയിലേക്ക് എത്തുന്നു, അത്രത്തോളം വേഗത്തിൽ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ഇത്തരം രാജ്യവിരുദ്ധന്മാരുടെ വായടയും. അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റുകളിൽ അറിയിക്കുക. ഒരു സംവാദമായി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക്. ഇതൊരു സിനിമാ സംബന്ധിയായിട്ടുള്ളൊരു നിരൂപണമായിട്ട് കാണണ്ട. സിനിമയിലുള്ള വ്യക്തികളും സിനിമയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും ദൗർഭാഗ്യവശാൽ അവർക്കതിനുള്ള പരിജ്ഞാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഷ്ട്രീയ വിജ്ഞാനികളായിട്ട് നമ്മുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് വിശകലനം ചെയ്യാതെ തരമില്ല, മുന്നോട്ട് പോകുവാൻ സാധ്യവുമല്ല. അതുകൊണ്ട് മാത്രം ഇത്തരത്തിനൊരു സാഹസത്തിന് മുതിർന്നു എന്ന് മാത്രം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.